ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട്, ലിയോ സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് വേണം വെച്ചാൽ നിങ്ങൾ ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മെസ്സേജസ് പറയണതെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, നിങ്ങളുടെ എന്താ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങൾക്ക് ആർക്കും ടാരോയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാരോ കാർഡ്സ് എന്താണ് യൂസ് ചെയ്യണേ, അത് നിങ്ങൾക്ക് വാങ്ങിക്കണം വെച്ചാൽ ഞാൻ ലിങ്ക് ഇട്ടുണ്ട്. ഞാൻ എന്താ ടാരോ കാർഡ്സ് യൂസ് ചെയ്യണം വെച്ചാൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ടാരോയിൽ വാങ്ങിക്കണം എന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ടാരോ കാർഡ്സ് വാങ്ങിക്കാം. അപ്പോൾ ലിയോ, നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എങ്ങനെയാണ് ഇപ്പോൾ, എന്താണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ പേജ് ഓഫ് സോഡ്സ് ആണ് ഞാൻ കാണുന്നത്. ഇതിങ്ങനെ തന്നെ വെക്കാം. പേജ് ഓഫ് സോഡ്സ്, ഫോർ ഓഫ് വാൻഡ്സ് ഉണ്ട്, സൺ ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ കാണുന്നത് പേജ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഒരു പുതിയ തുടക്കമുണ്ട് ഇവിടെ, ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കം, ഒരു പുതിയ ബിഗിനിങ്. ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആവാം, അതല്ലച്ച നിങ്ങൾ രണ്ടാളും ഓൺലൈൻ മീറ്റ് ചെയ്തു, അങ്ങനെ എന്തോ ഒരു കണക്ഷൻ ഇവിടെ കാണാനുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ഒരു ട്വിൻ ഫ്ലെയിം എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു വെരി ബാലൻസ്ഡ് റിലേഷൻഷിപ്പാണ് ഇത്. ട്വിൻ ഫ്ലെയിം ആക്ച്വലി ഒരു അൺഹെൽതി റിലേഷൻഷിപ്പാണ്. ഓക്കെ, കുറേ പേർക്ക് ഇത് അറിയുണ്ടാവില്ല. പക്ഷെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ അൺഹെൽതിയാണ്. സോൾമേറ്റ് കണക്ഷൻ ആണ് ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ ഓർഗാനിക് റിലേഷൻഷിപ്പ് ഉണ്ടാവാറ്. പക്ഷെ ഇതൊരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പാണ്. ഇവിടെ ഞാനൊരു സെലിബ്രേഷൻ ആണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ മുമ്പോട്ടേക്ക് പോകണു. ഇവിടെ കുറെ ഹാപ്പിനെസ് ഉണ്ട്. സൺ എനർജി, ഇത് നിങ്ങളുടെ എനർജിയാണ്. കുറെ ഹാപ്പിനെസ് ഉണ്ട്, കുറെ അബണ്ടൻസ് ഉണ്ട്. ഈ സിറ്റുവേഷനിൽ കുറെ ഗ്രോത്ത് ഉണ്ട്, കുറെ അബണ്ടൻസ് ഉണ്ട്, നല്ല ഗുഡ് ന്യൂസ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ പേജ് ഓഫ് സോഡ്സ് എന്ന് എനിക്ക് അറിയണം. പേജ് ഓഫ് സോഡ്സ് എന്താണ് ഇവിടെ ഉള്ളത്? 6 ഓഫ് കപ്സ്. ഇതൊരു റീകൺസിലേഷൻ ആയിരുന്നു നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക്. ഇതൊരു പാസ്റ്റ് പേഴ്സണിന്റെ കൂടെ തന്നെ നിങ്ങൾ റീകൺസൈലാണ് ചെയ്യണേ. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഒരു ഹാപ്പി എനർജി ഞാൻ കാണുന്നത്. ഈ പേഴ്സണിന് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ആരാണെന്ന്. ഡെത്ത് എനർജി ഉണ്ട് ഇവിടെ, ഒരു റീബേർത്തിന്റെ എനർജി ഉണ്ട്. ഒരു എൻഡിങ് കഴിഞ്ഞ ഒരു പുതിയ തുടക്കം ആണ് ഞാൻ കാണുന്നത്. 6 ഓഫ് പെന്റിക്കിൾസിന്റെ എനർജി ഉണ്ട്. 6 ഓഫ് പെന്റിക്കിൾസ് ഒരു ഇംബാലൻസ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മുമ്പേ കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ. പക്ഷെ ആ സമയത്ത് കാര്യങ്ങൾ വർക്ക്ഔട്ട് ആയില്ല. ഇപ്പോൾ ഈ പേഴ്സൺ ആണ് നിങ്ങളുടെ അടുത്തേക്ക് വരണേ. അപ്പോൾ ഇപ്പോൾ ടേബിൾസ് റിവേഴ്സ് ആയിരിക്കണു. ഓക്കെ, നിങ്ങൾ ആദ്യം കുറെ എഫേർട്ട് ഇട്ട് നോക്കി, വർക്ക്ഔട്ട് ആയില്ല, ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. ഇപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരണു, അവരുടെ ഭാഗത്തുനിന്ന് അവർ എഫേർട്ട് ഇടണു. അപ്പൊ എന്താണ് ഇവിടെ പാസ്റ്റിൽ ഉണ്ടായേ? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് കപ്സ്. ഒരു റൊമാൻറ്റിക് കണക്ഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇടയ്ക്ക്. ഇവിടെ പേജ് ഓഫ് കപ്സ് ഉണ്ട്, ഒരു പുതിയ തുടക്കം, റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ചില ചാലഞ്ചസ് ഉണ്ടായിരുന്നു, ബ്ലോക്സ് ഉണ്ടായിരുന്നു. ഈ ചാലഞ്ചസും ബ്ലോക്സ് ഉണ്ടായോണ്ടായിരിക്കും നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ബ്രേക്കപ്പ് ഉണ്ടായേ. അപ്പൊ എന്താണ് ഇവിടെ ചാലഞ്ച്? ഇപ്പോഴത്തെ ചാലഞ്ച് എന്താണ്? കറണ്ട് ചാലഞ്ച്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ കറണ്ട് ചാലഞ്ച് ഹെർമിറ്റ്, വെർഗോ എനർജി. അപ്പോൾ ഇവിടെ കറണ്ട് ചാലഞ്ച് ആയിട്ട് വന്നിരിക്കണ ഒരു ഐസൊലേറ്റഡ് എനർജിയാണ്. നിങ്ങൾ രണ്ടാളും കുറെ ആയി
ഈ സെപ്പറേറ്റഡ് ആയിട്ട്. ഓക്കെ, അത്ര സമയം ആയിട്ടില്ല വെച്ചാലും ഞാനിവിടെ കാണുന്നത് ഒരു ഹീലിംഗ് എനർജി ഉണ്ട്. പക്ഷേ നിങ്ങൾ രണ്ടാളും കുറച്ചൊരു ഔട്ട് ഓഫ് ടച്ച് ആയിരുന്നു. ഇവിടെ ഇപ്പോഴും ചാലഞ്ച് ആയിട്ട് കാണുന്നത് 3 of Swords ആണ്. അപ്പോൾ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു റീകൺസിലേഷൻ ഉണ്ടായി, പക്ഷെ ഹീലിംഗ് മുഴുവൻ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ചില കാര്യങ്ങൾ നിങ്ങളെ ഹേർട്ട് ചെയ്തിരിക്കണോ പറഞ്ഞ മുമ്പത്തെ കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. എന്താണ് ഇവിടെ ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടി? അവരുടെ ഫീലിങ്സ് ഇവിടെ മജിഷ്യൻ. അപ്പോൾ മജിഷ്യൻ കാർഡ് ഇവിടെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണോ, ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യണോ. അവർ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ സിറ്റുവേഷൻ ഇപ്പോൾ ഒരു മുമ്പോട്ടേക്ക് പോകണത്. കുറേ പേഷ്യൻ്റ്ലി അവർ വെയിറ്റ് ചെയ്തിരിക്കണോ നിങ്ങൾക്ക് വേണ്ടി. ഇവിടെ കുറേ പാഷൻ ഉണ്ട്, ഒരു പാഷനറ്റ് പുതിയ ബിഗിനിങ്. ആൻഡ് ഈ ബിഗിനിങ്ങിൽ അവരാണ് എഫേർട്ട് ഇടണേ. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പാഷൻ ഉണ്ട്, ഒരു പുതിയ തുടക്കം അവർക്ക് വേണം എന്നുണ്ട് ഇവിടെ. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 4 of Pentacles. ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം കുറച്ചൊരു ഹെസിറ്റേറ്റ് ചെയ്യും. മുമ്പത്തെ മാതിരി അത്ര നിങ്ങൾ ഓപ്പൺ ആവില്ല. എന്താ വെച്ചാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഇവിടെ എന്താണ് എക്സാക്ട്ലി നടക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് ഇപ്പോൾ സഡൻലി എന്നെ കോൺടാക്ട് ചെയ്യണത്, അതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു ഡൗട്ട് ഉണ്ടാവുക. ലീബ്ര എനർജി ഇവിടെ ജസ്റ്റിസിന്റെ. അപ്പം ഞാനിവിടെ റീകൺസിലേഷൻ കാണുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി ഹാപ്പിയാണ് ഈ പേഴ്സൺ കോൺടാക്ട് ചെയ്തു എന്ന്. പക്ഷേ എവിടെയോ ഇവിടെ ജസ്റ്റിസ് നിങ്ങൾക്ക് വേണം എന്നുണ്ട്. എന്താ വെച്ചാൽ ഈ പേഴ്സൺ മുമ്പേ നിങ്ങളെ ശരിയായി ട്രീറ്റ് ചെയ്തില്ല, കുറേ കാര്യങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ കൂടെ റീകണക്ട് ചെയ്യണത് ഇഷ്ടമാണ്, അതാണ് നിങ്ങൾക്കും വേണ്ടത്. ബട്ട് കുറേ ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം? റിലേഷൻഷിപ്പ് ഔട്ട്കം Knight of Pentacles. അപ്പോൾ ഇതിന് മുഴുവനെ ശരിയാവാൻ കുറച്ച് സമയം എടുക്കും. എന്താ വെച്ചാൽ Knight of Pentacles ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. അത്ര വേഗം പറഞ്ഞ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യരുത്. എന്താ വെച്ചാൽ കുറച്ച് ഞാൻ പറഞ്ഞ മാതിരി ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. കുറേ ഒരു പേടിയുടെ എനർജി ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് റീകണക്ട് ചെയ്യണേ. ചില ഇഷ്യൂസ്, പാസ്റ്റിൻ്റെ ഇഷ്യൂസ് ഇപ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലുണ്ട്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഒരു ബാലൻസ് വരും. കുറച്ച് പേഷ്യൻ്റ്ലി നിങ്ങൾ രണ്ടാൾക്കും വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. എല്ലാം ശരിയാവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറക്കിൾ മെസ്സേജ്? ഒറക്കിൾ മെസ്സേജ് വന്നിരിക്കണേ ഹണിമൂൺ ആണ്. ഓക്കെ, എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. അപ്പം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് നിങ്ങൾ രണ്ടാളും റീകണക്ട് ചെയ്യുമ്പോൾ ഒരു ട്രിപ്പിന് പോവാനുള്ള തീരുമാനം എടുക്കുന്നുണ്ടാവും. ഓക്കെ, ജസ്റ്റ് റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം തനിച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഞാനിവിടെ കാണുന്നുണ്ട്. ഐ മിസ് യു എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഈ പേഴ്സണെ കുറേ മിസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് അടുത്ത മെസ്സേജ് ഇവിടെ ഗെറ്റിംഗ് ക്രംസ്. യു ഡിസേർവ് മോർ ദാൻ ക്രംസ് ഓഫ് എഫെക്ഷൻ. വെയിറ്റ് ഫോർ ദ വൺ ഹു അഡോർസ് യു. അപ്പോൾ ഇതായിരുന്നു മുമ്പത്തെ പ്രോബ്ലം. ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് അത്ര ഒരു എഫേർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരിക്കും മുമ്പത്തെ ഇഷ്യൂ. ഇപ്പോഴും അങ്ങനെ തന്നെ മെസ്സേജ് പറയണേ. അവർ നിങ്ങൾക്ക് തരണത് നിങ്ങൾ ആ എഫേർട്ട് ഇടണ മാതിരി അല്ല അവരുടെ എഫേർട്ട് ഉള്ളത്. അപ്പോൾ അത് ഇവിടെ കാണാണ്ട്. എനിവേ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പറഞ്ഞ പോലെ പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.